മാറ്റിയെടുക്കാൻ പറ്റുന്നതിൻ്റെ ടിപ്സായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാം ഒരു 10 സെക്കൻഡ് മാത്രം. സോ നിങ്ങൾ കുറച്ച് മാത്രം ലൈറ്റ്, സിമ്പിൾ ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാലിലുണ്ടാകുന്ന വിണ്ടുകീറലും മുട്ടിലൊക്കെ ഉണ്ടാകുന്ന ഡ്രൈനെസ്, ഡാർക്ക്നെസ്, തൊലി പൊളിഞ്ഞിളകുന്ന മാതിരിയുള്ള അവസ്ഥ ഉണ്ടാവില്ലേ, അതെങ്ങനെയാണ് നമുക്ക് ഹോം റെമഡി വെച്ച് തന്നെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാം എന്നാണ്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം കുറച്ചധികം ടിപ്സും കൂടെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ടുണ്ട്. സിമ്പിളാണ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഹാബിറ്റ്സിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. ഒരു പ്രോബ്ലം ആണല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതിൻ്റെ ടിപ്സ് മുഴുവനായിട്ട് അറിയാൻ പറ്റുള്ളൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്ന്, അതായത് നമ്മുടെ കൈ കാലെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതെപ്പോഴും നമ്മൾ പൊടിയെടുത്തിട്ട് 3-4 ദിവസം കൂടുമ്പോഴാണ് കാല് കഴുകുന്നത്, കുളിക്കുന്നത് എന്നാണ്. അത് ആക്ച്വലി നല്ല ഒരു കാര്യമല്ല. നമ്മുടെ സ്കിന്നിൽ ഡ്രൈനെസ് കൂടാനുള്ള സാധ്യത ഉണ്ടാക്കും. പിന്നെ പൊടിയൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ അവിടെ സ്കിൻ ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഡെയിലി കാലും കൈയും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കുളിക്കുമ്പോഴായാലും, അതല്ല കുളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും കൈയും കാലും ഒക്കെ നന്നായിട്ട് കഴുകണം. എക്സ്പോസ് ആകുന്ന ഭാഗമാണ് അതൊക്കെ. സോ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം വെച്ച്, സാധാരണ പച്ച വെള്ളം വെച്ച് കഴുകിയാലും മതി. വേറെ സോപ്പോ ഹാർഡായിട്ടുള്ള സംഭവങ്ങളോ ഒന്നും ഇട്ട് ഉരയ്ക്കണമെന്ന് പോലുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് കാല് വെള്ളം വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മുടെ കാലിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് കട്ടിയുള്ള സ്കിൻ ഉണ്ടാവും. അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് പ്യൂമിക് സ്റ്റോൺ ഉണ്ടാവുമല്ലോ, സാധാരണ നമ്മൾ കാലുരയ്ക്കുന്ന ഒരു സംഭവം, അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. അത് നിങ്ങൾ ഉറപ്പായിട്ട് മേടിച്ച് എല്ലാ ദിവസവും യൂസ് ചെയ്യണം. ഓൾറെഡി കാലിൽ വിണ്ടുകീറൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വരാതെ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതുവരെ ഇല്ല, ഇൻ കേസ് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കുളിക്കുന്ന സമയത്ത് പ്യൂമിക് സ്റ്റോൺ വെച്ച് കാല് നന്നായിട്ട് ഉരച്ച് കഴുകുക. ഒത്തിരി ഇട്ട് ഉരച്ച് തൊലി വിളിക്കുകയൊന്നും ചെയ്യരുത്. പക്ഷേ നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ്, ഒരു 20 സെക്കൻഡ് നന്നായിട്ട് ഒരു കാലിൽ സ്ക്രബ് ചെയ്താൽ മാത്രം മതി. ആ ഒരു പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ഹോം റെമഡീസും ആവശ്യമായിട്ട് വരില്ല. ഇത് തന്നെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കാല് ക്ലീൻ ചെയ്ത് വയ്ക്കുക. പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് കാല് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക, ഒരു 10 സെക്കൻഡ് മാത്രം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. സ്കിന്നിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കാലിൽ പ്രത്യേകിച്ചും മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത്. നല്ല രീതിയിൽ മോയ്സ്ചറൈസേഷൻ കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് കട്ടിയുള്ള സ്കിന്നാണ്. പെട്ടെന്ന് റിങ്കിൾസ് ഉണ്ടാവാനും തൊലി പൊളിഞ്ഞിളകാനും ഒക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് പേരുടെ കാലിൽ വിണ്ടുകീറലുണ്ട്. അത് കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് വരെ ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നത്, അതുപോലെ ആയിരിക്കും നമ്മുടെ കാലും കൈയൊക്കെ ഉണ്ടാവുന്നത്. കാലൊക്കെ നല്ല മോശമായിട്ടിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര കാണാൻ തന്നെ ഒത്തിരി ഓക്കോർഡായിരിക്കും. സോ നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഫോളോ ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങളുടെ കാല് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. കാര്യം മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കാല് ഹീലാവാനും, ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് ഹീലാവാനും, ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മോയ്സ്ചറൈസേഷൻ കൊടുക്കണം. ഈ സെയിം ടിപ്പ് തന്നെ നമുക്ക് നമ്മുടെ മുട്ടിൻ്റെയൊക്കെ ഭാഗത്ത് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ചെയ്യാം. അവിടെ പ്യൂമിക് സ്റ്റോൺ വെച്ച് ഉരയ്ക്കുന്ന വേണ്ട, സാധാരണ നമ്മുടെ സ്ക്രബ് ഉണ്ടല്ലോ, നമ്മൾ ദേഹമൊക്കെ ഉരയ്ക്കുന്ന ഒരു നെറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതോ ചെറിയ ബ്രഷൊക്കെ കിട്ടും, അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കാല് മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനം എന്താ വെച്ചാൽ വാസ്ലിനാണ്. വാസ്ലിൻ ആക്ച്വലി നിങ്ങൾ ഡെയിലി ഒരു ലൈഫ് റുട്ടീൻ്റെ ഭാഗമാക്കുക. ഒരു നേരം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴെങ്കിലും ഒരിക്കലും നിങ്ങളത് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം അപ്ലൈ ചെയ്താൽ മതി. റെഗുലറായിട്ട് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് എടുത്ത് വാരി വയ്ക്കരുത്. കാര്യം നമ്മൾ നടക്കുമ്പോഴൊക്കെ ചറുകി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര സ്ലിപ്പറിയാണ്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ നിങ്ങൾ ചെരുപ്പിട്ടിട്ട് നടക്കുന്നവരാണെങ്കിൽ പോലും ഇത് നമ്മൾ കാലിൻ്റെ അടിഭാഗത്തോട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിപ്പാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ കുറച്ച് മാത്രം ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കാല് നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഒരു 1 മന്ത് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി വേണം നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ടിപ്പും കൂടെ ഫോളോ ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത് അത്രയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. സോ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും മിനിമം
മിനിമം 3 ദിവസമാണ്. അതിൽ കൂടുതൽ ചെയ്യാനായിട്ട് നോക്കുക. ഒരു പകുതി തക്കാളി എടുക്കുക, അതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുക്കുക, അതിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പുറത്ത് ഷുഗർ ഇട്ടിട്ട് അത് വെച്ച് നല്ലോണം സ്ക്രബ് ചെയ്യുക. ഈ ഒരു സ്ക്രബ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുന്നേ ഞാനൊരു വീഡിയോയിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ വെച്ചിട്ടൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഇത് ഈ രണ്ട് ഹോം റെമഡീസിൽ ഏതാണോ നിങ്ങൾക്ക് സൂപ്പർ ബെനിഫിഷ്യലായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കാലിലുള്ള വിണ്ട് കീറൽ, മുട്ടിൻ്റെ അവിടെയുള്ള ഒരു ഡ്രൈനെസ്, ഡാർക്ക്നെസ് ഒക്കെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ചെയ്തു നോക്കുക. ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞ സ്ക്രബ് എന്ന് പറയുന്നത് അതൊരു 3 ദിവസം മിനിമം നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കണം. രാത്രി അല്ലെങ്കിൽ പകൽ എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ ചെയ്യുക. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും സ്കിന്ന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് സൺസ്ക്രീൻ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. ഈവൻ നിങ്ങൾ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ സൺസ്ക്രീൻ മാത്രമെങ്കിലും യൂസ് ചെയ്തിട്ട് പോവുക. ഒരുവിധം എല്ലാ സൺസ്ക്രീൻസിലും തന്നെ നല്ല മോയ്സ്ചറൈസിങ് കണ്ടന്റ് ഉണ്ടാവും. സോ പ്രത്യേകം നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാലിലൊക്കെ സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ട് പോയാൽ മതി. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞ ടിപ്സ് ഉണ്ടല്ലോ, വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. സ്കിന്നിൽ നല്ല മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് പറ്റും. പിന്നെ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് ഭയങ്കര ക്രാക്കൊക്കെ വന്നിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എക്സ്പേർട്സിൻ്റെയോ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കാണിക്കുക. ഇപ്പോൾ ഒക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ, അല്ല നിങ്ങൾക്ക് വരാൻ പോവുകയാണെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അത് ഉണ്ടാവരുത് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുക. മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. മേ ബി ഇത് നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റില്ല, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആവുന്നതായിട്ട് ഒക്കെ ഉണ്ടാവും. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ വരുന്ന മാതിരിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ട്, നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ, ബൈ.